രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഷ്ടപതിയാണ്. ഇന്നത്തെ അഷ്ടപതി 12-ാം അധ്യായം ശ്ലോകം 2 2ഉം 3ഉമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിനു മുമ്പുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അതിനകത്തുനിന്ന് കിട്ടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം. രോഗങ്ങളുള്ളവർ നിശ്ചയമായും കാണണം. ഒരു ശ്ലോകം വെച്ച് വീട്ടിൽ ചൊല്ലണം. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ കാമുകി രാധ. രാധയുടെ കഥ കേട്ട് രാധാറാണിയിൽ ഭക്തി ജനിച്ചാൽ നിങ്ങൾക്ക് ധന ധാന്യ സമ്പത്ത്, പ്രണയ സാഫല്യം, ദാമ്പത്യ സൗഖ്യം. ബുധനാഴ്ച കൃഷ്ണ ഭഗവാന്റെ അവതാരമായ ബുദ്ധൻ്റെ കഥകളാണ്. ഭഗവാന്റെ അവതാര കഥകൾ കേൾക്കുന്നത് മോക്ഷദായകം. വ്യാഴാഴ്ച അഷ്ടപതി കേട്ടാലും ധന ധാന്യ സമൃദ്ധി, ദാമ്പത്യ സൗഖ്യം, പ്രണയ സാഫല്യം എന്നിവയുണ്ടാകും. വെള്ളിയാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളിയാഴ്ച ദിവസമാണ് ധർമ്മപദം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദം നോക്കൂ. ഏത് ദേവനും, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദേവനും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ തരാൻ പറ്റും. മോക്ഷം തരുത്തില്ല. അവർക്ക് പറ്റാത്തോണ്ടല്ല, തരില്ല. മോക്ഷം അവനവൻ തന്നെ കണ്ടെത്തണം. അതിൻ്റെ മാർഗമാണ് കൃഷ്ണൻ ബുദ്ധാവതാരത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മപദം. വെള്ളിയാഴ്ചത്തെ ധർമ്മപദം നിശ്ചയമായും നിങ്ങൾ കേൾക്കുക.
ഒരു കാര്യം ആലോചിക്കുക, ധർമ്മപദം കേൾക്കാതെ നിങ്ങൾക്കൊരു മോക്ഷം ഇല്ല. ഏതെങ്കിലും ഒരു ജന്മത്തിൽ അത് സംഭവിക്കും. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, ആവശ്യമുള്ളവരത് കേട്ടാൽ മതി. പ്ലേലിസ്റ്റിലുണ്ട്, 12 എണ്ണം വരെ ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും നിങ്ങൾ അഷ്ടാവക്ര ഗീത കേട്ടിരിക്കണം. വളരെ വിലപ്പെട്ട ഒന്നാണ് അഷ്ടാവക്ര ഗീത. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, മീരയുടെ കഥയുണ്ട്. പിന്നെ അതേ കണക്ക് പ്രണയിക്കുന്നവരറിയാൻ, പ്രണയ സാഫല്യം നേടാൻ മന്ത്രം ഉൾപ്പെടെയുന്നുണ്ട്. പക്ഷെ അത് പ്രണയിക്കുന്നവർ മാത്രമല്ല, അവരുടെ മാതാപിതാക്കളും നിർബന്ധമായും കണ്ടിരിക്കണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അഷ്ടപതി 12, ശ്ലോകം 2. അത് നമുക്കായിട്ട് ഇന്ന് പാടിത്തരുന്നത് വിബിധ രചിത്രനാണ്. അബുദാബിയിലുള്ള വിബിധ രചിത്രനാണ്. രാധേ രാധേ എന്ന ചാനലിന് വളരെ പ്രിയപ്പെട്ടതും, രാധേ രാധേ എന്ന ചാനൽ തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബറായി അങ്ങേയറ്റം രാധേ രാധേ ചാനലിന് പ്രോത്സാഹനം നൽകുന്ന അബുദാബിയിലുള്ള സുനിലിനെ നിങ്ങൾക്കറിയാം. സുനിലിൻ്റെ മകളാണ് കഴിഞ്ഞ വട്ടം ആ അഷ്ടപതി പാടിയത്. ആ സുനിലിൻ്റെ കെയർ ഓഫിലാണ് വന്നത്, സുനിലിൻ്റെ പരിചയത്തിലുള്ളതാണ്. വാസ്തവത്തിൽ സുനിലിൻ്റെ പരിചയത്തിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പം വിവിധയെ കൊണ്ട് പാടിക്കുന്നതില്ലെങ്കിൽ വേറെ ഒരുപാട് പേര് അതിനു മുമ്പ് വന്നതുണ്ട്. പക്ഷെ സുനിൽ നമുക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. സുനിൽ അല്ലെങ്കിൽ വിവിധയ്ക്ക് ശരിക്കും ഇപ്പോൾ ഒരു അവസരം കിട്ടത്തില്ല. കാരണം അല്ലാതെ ഉണ്ട്. ഞാൻ ഇത് തന്നെയും സുനിലിൻ്റെ മകളെ കൊണ്ട് പാടിക്കാലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ സുനിൽ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ വിവിധ രചിത്രൻ അതിസുന്ദരമായിട്ട് പാടിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വിവിധ രചിത്രൻ പാടിയിട്ടുണ്ട്. ശരിക്കും രാധാറാണിയുടെ അനുഗ്രഹം വിവിധ രചിത്രനുണ്ട്. അതുകൊണ്ടാണ് അഷ്ടപതി പാടാൻ ഒരവസരം എവിടായാലും ലഭിക്കുന്നത്. എൻ്റെ അടുത്തെന്നല്ല, എവിടായാലും അഷ്ടപതി പാടാൻ ഒരവസരം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വിവിധ രചിത്രൻ, കൺഗ്രാജുലേഷൻ. വിവിധ രചിത്രൻ പാടുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടോ. അതിനുശേഷം ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. त्वदभिसरणरभस्येन वलन्ती पतति पदानि कियन्ति चलन्ति नाथ हरे सीदति राधावासगृहे नाथ हरे सीदति राधावासगृहे. അപ്പോൾ നമ്മുടെ അബുദാബിയിലുള്ള വിവിധ രചിത്രൻ അത് അതിമനോഹരമായി പാടിയത് കേട്ടല്ലോ. വിവിധയ്ക്കും കുടുംബത്തിനും സാക്ഷാൽ രാധാറാണിയുടെയും ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി ഞാനത് പഠിപ്പിച്ചു തരാം. നോക്കേ. ത്വഥപി സരണ രഭസേന വലന്തി പതതി പദാനി കിയന്തി ചലന്തി നാഥ ഹരേ സീദതി രാധാ വാസഗ്രഹേ. അപ്പൊ നിങ്ങൾ അർത്ഥം എഴുതി വെച്ചോ. ത്വഥപി സരണ സമ ഇട്ടിട്ട് അർത്ഥം എഴുത്. നിന്റെ അടുക്കലേക്ക്. ത്വഥപി സരണ, നിന്റെ അടുക്കലേക്ക്. രഭസേന വേഗം. അർത്ഥം എഴുതിക്കോ. രഭസേന അർത്ഥം വേഗം.
വലന്തി, വലന്തി ചുറ്റിത്തിരിയുന്നവൾ, വലന്തി ചുറ്റിത്തിരിയുന്നവൾ. മനസ്സിലായില്ലേ? അങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ തേടി ചുറ്റിത്തിരിയുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുക എന്നല്ല അർത്ഥം. അവിടെയും ഇവിടെയും ഒക്കെ തേടി നടക്കുന്നവൾ എന്നാണ് അർത്ഥം. ചുറ്റിത്തിരിയുന്നവൾ. പതതി, പതതി വീഴുന്നു, വീഴുന്നു. പദാനി, പദാനി അർത്ഥം എഴുത് ചുവടുകൾ വയ്ക്കുമ്പോൾ, ചുവടുകൾ വയ്ക്കുമ്പോൾ. കിയന്തി, കിയന്തി അർത്ഥം എഴുത് ഏതാനും, കിയന്തി ഏതാനും. ചലന്തി, ചലന്തി ചലിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ. സീതതി, സീതതി ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മൊത്തത്തിൽ പറഞ്ഞു തരാം. അല്ലയോ നാഥ, ഹരേ കൃഷ്ണ, രാധാറാണി, രാധാറാണിയുടെ വാസസ്ഥലത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങയുടെ സമീപത്തേക്ക് വരുവാനുള്ള ധൃതിയിൽ ചുറ്റിത്തിരിയുന്ന രാധാജി ഏതാനും ചുവടുകൾ വയ്ക്കുമ്പോഴേക്കും തളർന്ന് വീണു പോകുന്നു. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരാശയം. ഇനി ഞാൻ പറഞ്ഞു തരാം. സാക്ഷാൽ തോഴി, മിടുക്കിയായ തോഴി. തോഴി എപ്പോഴും തൻ്റെ യജമാനത്തിയുടെ മനസ്സിലിരിപ്പ് യജമാനത്തി പറയാതെ തന്നെ മനസ്സിലാക്കി അവതരിപ്പിക്കേണ്ട ആളാണ്. അപ്പോൾ ഈ തോഴി കൃഷ്ണനോട് പറയുകയാണ്, ഏ കൃഷ്ണ, രാധാറാണി തൻ്റെ നികുഞ്ചത്തിൽ കഴിയുകയാണില്ലേ. രാധാറാണി തൻ്റെ നികുഞ്ചത്തിൽ ആകെ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയുമാണ്. കാരണം കൃഷ്ണനുമായുള്ള വേർപാട് രാധാറാണിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഒരു നിമിഷം പോലും കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ രാധാജിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല, ഒരു നിമിഷം പോലും കൃഷ്ണനെ പിരിഞ്ഞ് രാധാറാണി ഇരുന്നിട്ടില്ല. എന്നാൽ ഒരു ദിവസം രാധാറാണി ഒരു കാഴ്ച കണ്ടു. എന്തായിരുന്നു ആ കാഴ്ച? കൃഷ്ണൻ ഗോപികമാരുമൊത്ത് നൃത്തം ചവിട്ടിയെങ്കിലും രാധാറാണി സഹിച്ചേനെ. കൃഷ്ണൻ ഗോപികമാരുമൊത്ത് എന്താ ചെയ്യുന്നത്? രതിക്രീഡകളാടുന്നു. കൃഷ്ണൻ ഗോപികമാരുമൊത്ത് രതിക്രീഡകൾ ആടുന്നത് കണ്ടപ്പോൾ രാധാറാണി ആകെ തളർന്നുപോയി. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഗാഠമായി ഒരാളെ പ്രണയിക്കുന്നു, അയാൾ മറ്റൊരു സ്ത്രീയുമൊത്ത് രതിലീല ആടുന്നത് കണ്ടാൽ ഏത് സ്ത്രീയാണ് സഹിക്കുന്നത്? അപ്പോൾ ഇവിടെ സൂത്രശാലിയായ തോഴി കൃഷ്ണനെ ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. കൃഷ്ണ, നിന്റെ കയ്യിലാണ് തെറ്റ്, എൻ്റെ യജമാനത്തിയുടെ കയ്യിൽ തെറ്റില്ല. അതുകൊണ്ട് യജമാനത്തി നിന്റെ അടുക്കലേക്കല്ല വരേണ്ടത്, നീ എൻ്റെ യജമാനത്തിയായ രാധാറാണിയുടെ അടുക്കലേക്കാണ് ചെല്ലേണ്ടതെന്ന് കൂർമ്മ ബുദ്ധിക്കാരിയായ തോഴി ഓർമ്മിപ്പിക്കുകയാണ്. ആ കാഴ്ചയിൽ എന്തു ചെയ്തു? രാധാറാണി തളർന്നുപോയി. കൃഷ്ണ, നീ രാധാറാണിക്ക് കൊടുത്ത ആദ്യത്തെ ആഘാതമായിരുന്നു, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആദ്യത്തെ ഷോക്കായിരുന്നു അത് കൃഷ്ണ. അങ്ങനെ കൃഷ്ണനെ ബുദ്ധിമതിയായ തോഴി ആദ്യം തന്നെ പ്രതിക്കൂട്ടിലങ്ങ് നിർത്തി. പഴയ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു. കൃഷ്ണ, നീ അങ്ങനെ മസിൽ പിടിച്ചുകൂടി ഇരിക്കണ്ട. മസിൽ പിടിച്ചിരിക്കണമെങ്കിൽ തെറ്റ് എൻ്റെ രാധാറാണിയുടെ കയ്യിലായിരിക്കണം. എൻ്റെ രാധാജി നിന്നെ മാത്രമേ സ്മരിച്ചിട്ടുള്ളൂ. എന്നിട്ട് നീ പോയി മറ്റു ഗോപികമാരുമായി ശൃംഗാര രസത്തിൽ ആറാടി. അതുകൊണ്ട് കൃഷ്ണ, വേഗം വാ, എൻ്റെ രാധാറാണി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വാ. ഇതാണ് തോഴി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അന്ന് കൃഷ്ണൻ ഗോപികമാരുമൊത്ത് നടത്തിയ രതികൾ കണ്ടിട്ട് മാനസികമായി രാധാജി തളർന്നുപോയി. രാധാജിയുടെ മനസ്സിനെ അത് പിടിച്ചു ഒലച്ചു കളഞ്ഞു. അതിൽ പിന്നെ കൃഷ്ണനോട് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. കൃഷ്ണ, രാധാറാണിയുടെ അടുത്ത്, അതായത് തോഴിക്കൊരു കാര്യം മനസ്സിലായി. കൃഷ്ണൻ്റെ ഏറ്റവും വലിയ പേടി രാധാറാണിയുടെ അടുക്കൽ ചെന്നാൽ രാധാറാണി ആട്ടിപ്പായിക്കുമോ എന്നാണ്. കാരണം താൻ മറ്റുള്ളവരുമായി രമിക്കുന്നത് കണ്ടിട്ടാണ് രാധാജി പോയത്. ഇത് മനസ്സിലാക്കിയ തോഴി
വളരെ ബുദ്ധിപൂർവം കൃഷ്ണനോട് എന്താണ്, കൃഷ്ണ പഴയതൊന്നും ഇനി പ്രശ്നമല്ല, രാധാറാണി നിന്നെ ആട്ടിയിറക്കില്ല എന്ന ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലയോ കൃഷ്ണ, കാലമുണക്കാത്ത മുറിവുകളില്ല. അതൊരു പൊതു തത്വമാണ്. ശരിയാണ് കൃഷ്ണ, നീ ഗോപികമാരുമൊത്ത് നൃത്തം ചവിട്ടുന്നത് കണ്ടപ്പോൾ രാധാറാണി തകർന്നുപോയി, രാധാറാണി കോപിച്ചു. പക്ഷേ ഇപ്പൊ കുറേ ദിവസങ്ങളായില്ലേ, കാലമുണക്കാത്ത മുറിവുകളില്ല. നിന്നെ കാണാതിരിക്കാൻ ശുദ്ധാത്മാവായ രാധാറാണിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കൃഷ്ണ, കൃഷ്ണന്റെ തെറ്റുകൾ രാധാറാണി പൊറത്തു കഴിഞ്ഞു എന്ന് മാത്രവുമല്ല, രാധാറാണിക്ക് ഇപ്പം നിന്നെ കാണാനങ്ങ് തിടുക്കമായി കൃഷ്ണ. നിന്റെ അടുക്കലേക്ക് എങ്ങനെയും എത്തണം, നിന്നെ തിരക്കി ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ് രാധാറാണി. പക്ഷേ എന്ത് സംഭവിക്കുന്നു, രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനെ കാണാനുള്ള വെപ്രാളത്തിൽ അവിടെയും ഇവിടെയും നടന്ന് തിരയാൻ വേണ്ടി ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും ശരീരം തളർന്ന് നിലത്ത് വീണു പോകുന്നു. കൃഷ്ണ, ഒരു കാര്യം ആലോചിക്കുക, നിന്നെക്കുറിച്ച് ഓർത്ത് ഓർത്ത് ഭക്ഷണം പോലും കഴിക്കാതെ തകർന്ന് തരിപ്പണമായി ശരീരത്തിൻ്റെ ശക്തി പോലും ക്ഷയിച്ചാണ് രാധാറാണി ഇരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണ, നിന്റെ അടുക്കലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ദേഹം കുഴഞ്ഞ് പാവം നിലത്ത് വീഴുകയാണ്. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് 2 ചുവട് വയ്ക്കും, വീണ്ടും നിലത്ത് വീഴും. കൃഷ്ണ, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും 2 ചുവട് വയ്ക്കും, വീണ്ടും നിലത്ത് വീഴും. നിനക്ക് കരുണയില്ലേ കൃഷ്ണ, കരുണയില്ലേ? നിന്നെ കാണാൻ വേണ്ടി എഴുന്നേക്കും നിലത്ത് വീഴും, എഴുന്നേക്കും നിലത്ത് വീഴും. അതുകൊണ്ട് ഞാൻ അവിടെ നികുഞ്ചത്തിൽ എത്തിയിരിക്കുകയാണ്. കാരണം രാധാറാണിക്ക് മനസ്സ് ഓടിയെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കൃഷ്ണ, വേഗം വരൂ, വേഗം വന്ന് രാധാറാണിയെ സന്തോഷിപ്പിക്കൂ എന്നാണ് ഇവിടെ തോഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നോക്കേ, തൊഥപി സരണ, നിന്റെ അടുക്കലേക്ക് രഭസേന വേഗം, വളരെ വേഗം വലന്തി എത്താനായി ചുറ്റിത്തിരിയുന്ന രാധാജി പതതി വീഴുന്നു, പതാനി ചുവടുകൾ വയ്ക്കുമ്പോൾ വീഴുന്നു, കിയന്തി ഏത് വിധേനയും ചലന്തി നിന്റെ അടുക്കലെത്താൻ നടക്കാൻ ശ്രമിക്കുമ്പോൾ രാധാറാണി വീണുപോയി. സീതതി അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന രാധാറാണി തൻ്റെ വള്ളിക്കുഴലിൽ ക്ഷീണിച്ചിരിക്കുകയാണ് കൃഷ്ണ. അതുകൊണ്ട് നീ വേഗം എത്തി രാധാറാണിയെ സന്തോഷിപ്പിക്കൂ. ഇനി ഒരിക്കൽ കൂടി എന്താണ് നമ്മുടെ വിവിധ രചിത്രൻ, വിവിധ രചിത്രൻ, ഇതൊരു വല്ലാത്ത പേരാണല്ലോ. ഈ പേരും പിന്നെ ഹസ്ബൻഡിൻ്റെ പേരും അതേ കണക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം ഞാൻ അത് കാരണം ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ടാണ് നോക്കുന്നത്, ഈ പേരെനിക്ക് വിട്ടുപോകും. അപ്പോൾ വിവിധ രചിത്രൻ ഒരിക്കൽ കൂടി നിങ്ങൾക്കത് പാടിത്തരുന്നു. അതിനുശേഷം വിവിധ അടുത്ത ശ്ലോകവും പാടിത്തരുന്നു, 3ാമത്തത്. എന്നിട്ട് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. त्वदभिसरणरभस्येन वलन्ती पतति पदानि कियन्ति चलन्ति नाथ हरे सीदति राधावासगृहे नाथ हरे सीदति राधावासगृहे विहित विशद विसखिसलयमलया जीवति परमिहा तव रतिकलया नाथ हरे सीदति राधावासगृहे नाथ हरे सीदति राधावासगृहे. അപ്പോൾ നമ്മുടെ വിവിധ അത് പാടി തന്നത് കേട്ടല്ലോ. ഇനി നിങ്ങൾ ശ്ലോകത്തിലോട്ട് നോക്കേ. വിഹിത വിശദ വിസ കിസലയ വലയ ജീവതി പരമിക തവരതി കലയ നാഥാഹരേ സീതതി രാധാവാസഗ്രഹേ. അത് എല്ലാ ശ്ലോകങ്ങളിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
അർത്ഥം എഴുതിക്കൊള്ളൂ. വിഹിത, വിഹിത ധരിച്ച, വിഹിത ധരിച്ച. വിശദ, വിശദ വെളുത്ത, അർത്ഥം എഴുതണേ വെളുത്ത. വിസ, വിസ എന്ന് പറഞ്ഞാൽ താമരത്തണ്ട്, വിസ താമരത്തണ്ട്. കിസലയം, കിസലയം തളിര്, തളിര്. വലയ, വലയ വളയം, വലയം ഇങ്ങനെ ചുറ്റുന്ന. അപ്പം നമ്മുടെ വളയൊക്കെ കയ്യിലിടുന്ന വളയൊക്കെ വളയമാണ്, അതാണ് വലയ. ജീവതി, ജീവതി ജീവിക്കുന്നു. പരമിക, പരമിക മാത്രം എന്നാണ് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം, അതാണ് അർത്ഥം. മാത്രം എന്നർത്ഥം. പക്ഷെ നിങ്ങൾക്ക് നല്ല മനസ്സിലാകണമെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം. അടുത്തത് തവ, തവ അങ്ങയോടൊപ്പം. രതികലയ, രതികലയ രതിലീലകൾ, രതികലയ രതിലീലകൾ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. അല്ലയോ നാഥ, ഹരേ ശ്രീകൃഷ്ണ, രാധ അവളുടെ വാസസ്ഥാനമായ നികുഞ്ചത്തിൽ, ലതാ നികുഞ്ചത്തിൽ ക്ഷീണിതയായിട്ടിരിക്കുകയാണ്. എന്തു ചെയ്തിരിക്കുന്നു? തൂവെള്ള നിറമുള്ള താമര വളയവും തളിരുകളും ചേർന്ന വലയമണിഞ്ഞ് അവൾ അങ്ങയുമായുള്ള രതിക്രീഡയെ മാത്രം ആശിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇവിടെ തോഴി പറഞ്ഞു കൊടുക്കുകയാണ്, കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, രാധാറാണിക്ക് കാമജ്വരം പിടിപെട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. തോഴി അതീവ ബുദ്ധിമതിയാണ്. കാരണം രാധാറാണി ഇണങ്ങിയാൽ പോലും പണ്ട് കൃഷ്ണൻ ഗോപ സ്ത്രീകളുമായി രതിലീലകൾ ആടുന്നത് കണ്ട് പിണങ്ങിപ്പോയതാണ്. അപ്പൊ ഇനി ഇണങ്ങിയാൽ പോലും ഒരു രതിലീലയ്ക്ക് സമ്മതിക്കുമോ എന്ന ആശങ്ക കൃഷ്ണന്റെ ഉള്ളിലുണ്ട്. വളരെ മിടുക്കിയായ തോഴി ഇത് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, അങ്ങനെ അല്ല കൃഷ്ണ, അവള് രതിലീലകൾ ആടാൻ തൽപരയാണ്. അപ്പൊ ഏതു വിധത്തിലും കൃഷ്ണന്റെ മനസ്സിലെ ആശങ്കകൾ മാറ്റണം. രാധാറാണിയുടെ അടുക്കൽ ചെന്നാൽ രാധാറാണിയുടെ പ്രതികരണം എന്താണ് എന്ന ആശങ്ക മാറ്റണം. അത് മാറ്റുന്നത് എന്നാൽ മാത്രമേ കൃഷ്ണൻ രാധാറാണി ഇരിക്കുന്ന നികുഞ്ചത്തിലെത്തൂ. അപ്പൊ കൃഷ്ണനെ അവിടെ നിന്ന് രാധാറാണിയുടെ നികുഞ്ചത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ തോഴി പറയുകയാണ്, നോക്കൂ, രാധയ്ക്ക് കാമജ്വരം പിടിപെട്ടിരിക്കുകയാണ്. കാമചിന്തകൾ രാധാറാണിയിൽ നിറഞ്ഞു കവിയുകയാണ്. രാധാറാണിയുടെ ശരീരം അങ്ങനെ ചുട്ടുപൊള്ളുകയാണ് കൃഷ്ണ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കാമം കൊണ്ട് ശരീരം ഇങ്ങനെ വിറയ്ക്കുന്നു, ചുട്ടുപൊള്ളുന്നു. ആ ശരീരം ഒന്ന് തണുപ്പിക്കണ്ടേ? അതിന് രാധാജി എപ്പോഴും വെള്ളത്തിൽ തന്നെ കിടക്കുന്ന താമരയില്ലേ, ആ താമരയുടെ വേരുകളും അപ്പോൾ മാത്രം മുളപൊട്ടി വന്ന താമരയുടെ ഇലകളുമൊക്കെ ചേർത്തൊരു വളയമുണ്ടാക്കി അത് മാലയായും കയ്യിലെ വളയായും അണിഞ്ഞ് ശരീരത്തെ തണുപ്പിക്കുകയാണ്. അത്രയ്ക്ക് കാമം രാധാജിയുടെ മനസ്സിൽ കൃഷ്ണനോടുണ്ട്. കൃഷ്ണനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം രതിലീലകളാടണം, കൃഷ്ണന്റെ പ്രധാനപ്പെട്ട ആഗ്രഹമാണത്. രതിലീലകളാടണം. രാധാജിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ താല്പര്യമുണ്ട്. കാമജ്വരം തണുപ്പിക്കാൻ താമരയുടെ വേരുകളും അപ്പോൾ പൊട്ടിമുളച്ച ഇലകളും ചേർത്ത് വളയമണിഞ്ഞിരിക്കുകയാണ്. വളരെ ക്ഷീണിതയാണ് രാധാറാണി, അങ്ങേയറ്റം ക്ഷീണിതയാണ്. തളർന്നു വീഴാതെ, ശ്വാസം നിലച്ചു പോകാതെ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൃഷ്ണ അറിയുമോ? തോഴി ഒരു വലിയ ചോദ്യം കൃഷ്ണന്റെ അടുക്കലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഹേയ് കൃഷ്ണ, എൻ്റെ യജമാനത്തി രാധാറാണി ശാരീരികമായി വളരെ അവശതയിലാണ്. പക്ഷേ ആ രാധാറാണി തളർന്നു വീണ് ശ്വാസം നിലച്ചു പോകാത്തത് എന്തുകൊണ്ടാണ്? രാധാറാണി എന്തുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് കൃഷ്ണ അറിയുമോ? കഴിഞ്ഞ കാല വൃന്ദാവന ലീലകൾ ഓർത്തിട്ടാണ്. കഴിഞ്ഞ കാല വൃന്ദാവന ലീലകളെന്ന് പറഞ്ഞാൽ നീയും രാധാറാണിയുമായി വൃന്ദാവനത്തിലെ നികുഞ്ചങ്ങളിൽ രഹസ്യമായി സംഗമിക്കുന്നതും നിങ്ങൾ നൃത്തം ചവിട്ടുന്നതും
രാസലീലകളാടുന്നതും രാസലീലയുടെ ഒടുവിൽ രാധാറാണി തളർന്ന് കൃഷ്ണന്റെ മാറിൽ വീഴുമ്പോൾ കൃഷ്ണൻ പൂണ്ടടക്കം ആലിംഗനം ചെയ്യുകയും തുടർന്ന് രതിലീലകളിലേക്ക് പോവുകയും രതിലീലയുടെ ഒടുവിൽ ആ ആരസ്യത്തിൽ കൃഷ്ണന്റെ നെഞ്ചിൽ ആ തേന്മാവിൽ മുല്ലവള്ളി പോലെ അങ്ങനെ പടർന്ന് കയറി തളർന്ന് കിടക്കുന്നതും അതൊക്കെ ഇങ്ങനെ ഭാവനയിൽ കാണും കൃഷ്ണ. അന്ന് നീ പകർന്നു നൽകിയ വൃന്ദാവന ലീലകളിൽ നീ പകർന്നു നൽകിയ ആ രതിക്രീഡയുടെ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം രതിക്രീഡ എന്ന ദിവ്യ ഔഷധത്തിന്റെ ബലത്തിലാണ് കൃഷ്ണ രാധാറാണി ഇപ്പോൾ ജീവിക്കുന്നത്. ഓർമ്മിക്കുക, രതിക്രീഡ ഒരു ദിവ്യ ഔഷധമാണെന്നാണ് പറയുന്നത്. രതിക്രീഡ, അതായത് നന്നായി രതിക്രീഡ നടത്തുന്നവർക്ക് അങ്ങനെ അസുഖങ്ങൾ പോലും വരില്ല, അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. രതിക്രീഡ ഭാര്യയും ഭർത്താവുമായാലും രതിക്രീഡ ശരിയാം വണ്ണം നടക്കാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഓർമ്മിക്കുക, പലപ്പോഴും നിങ്ങൾ രതിക്രീഡകളെ അകറ്റി നിർത്താൻ ശ്രമിക്കും. പ്രത്യേകിച്ചും ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഇനി എൻ്റെ പ്രണയം മൊത്തം ഭഗവാനോട്, എൻ്റെ പ്രണയം മൊത്തം ഭഗവാനോട്. ആദ്യം നിങ്ങളെ കെട്ടിയവനെ പ്രേമിക്കും, പിന്നല്ലേ നിങ്ങൾ ഭഗവാന്റെ കൂടെ പോകുന്നത്. ആദ്യം നിങ്ങളുടെ കഴുത്തിൽ താരി കെട്ടിയ ഒരു പുരുഷനുണ്ട്, അയാൾക്ക് വേണ്ടുന്നതെല്ലാം പകർന്നു കൊടുക്കുമെന്നും പറഞ്ഞു വന്നൊരു പുരുഷനുണ്ട്. ആ പുരുഷനെയും പറ്റിച്ചിട്ട് അയാൾക്കുള്ളതും കൊടുക്കാതെ ഭഗവാനാ പ്രേമം, ഭഗവാനാ പ്രേമം എന്ന് പറഞ്ഞാൽ ഭഗവാന് നിങ്ങളോട് പ്രണയം ഉണ്ടാകില്ല. രതിക്രീഡ അകറ്റി നിർത്തരുതെന്നുള്ളതിൻ്റെ തെളിവാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അഷ്ടപതി. രതിക്രീഡയ്ക്ക് അത്രയ്ക്ക് മാന്യമായ സ്ഥാനമാണ് ഹിന്ദുക്കൾ കൽപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ കൃത്യമായി സന്തോഷത്തോടുകൂടി പ്രണയത്തിൻ്റെ മൂർധന്യത്തിൽ രതിക്രീഡകൾ നടത്താറുള്ള ദമ്പതികൾക്കിടയിൽ ഒരു കുഴപ്പവുമില്ല. അവർ ഓഫീസിൽ ചെന്നാൽ എപ്പോഴും വളരെ ആനന്ദമായിരിക്കും. അപ്പോൾ ഇവിടെ തോഴി പറയുകയാണ്, അല്ലയോ കൃഷ്ണ, രാധാറാണി ഉണ്ടല്ലോ കൃഷ്ണ, വൃന്ദാവനത്തിൽ വെച്ച് നീ പകർന്നു നൽകിയ രതിക്രീഡ എന്ന ദിവ്യ ഔഷധത്തിൻ്റെ സുഖം, ആ രതിക്രീഡ എന്ന ദിവ്യ ഔഷധം നിത്യേന സേവിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണ രാധാറാണി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. വൃന്ദാവനത്തിൽ വെച്ച് നീ രതിലീലയിൽ രാധാറാണി പകർന്നു കൊടുക്കുന്ന ഒരു സുഖമുണ്ട് അല്ലേ, രാധാറാണിക്ക് പകർന്നു കൊടുക്കുന്ന സുഖം, ആ സുഖത്തിൻ്റെ ബലത്തിലാണ് ജീവിക്കുന്നത്. ഈ ശൃംഗാരപരമായ അവസ്ഥ നമ്മുടെ പ്രശസ്ത കവിയായ ഇരയിമ്മൻ തമ്പി വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ അവസ്ഥ, ആ ഇരയിമ്മൻ തമ്പി പാടിയ ആ അവസ്ഥയിലാണ് ഇന്ന് രാധാറാണി ജീവിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? തോഴി പറയുന്നത്. പ്രാണനാഥനെനിക്കു നൽകിയ പരമാനന്ദരസത്തെ പറവതിനെഴുതാമോ? പ്രാണനാഥനെനിക്കു നൽകിയ പരമാനന്ദരസത്തെ പറവതിനെഴുതാമോ? അങ്കത്തിലിരുത്തിയൻ കൊങ്കത്തടങ്ങൾ കര പങ്കജം കൊണ്ടവൻ തലോടി. അങ്കത്തിലിരുത്തി എൻ കൊങ്കത്തടങ്ങൾ കര പങ്കജം കൊണ്ടവൻ തലോടി. പുഞ്ചിരി പൂണ്ടു തങ്കക്കുടമെന്ന് കൊണ്ടാടി. പുഞ്ചിരി പൂണ്ടു തങ്കക്കുടമെന്ന് കൊണ്ടാടി. കണ്ടില്ലേ, പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എങ്ങനെ പറയും തോഴി? അവൻ എന്താ ചെയ്തിരിക്കുന്നത്? എന്നെ അങ്കത്തിലിരുത്തി, എൻ്റെ മടിയിലിരുത്തി, എൻ കൊങ്കത്തടങ്ങൾ, എൻ്റെ മാറിടങ്ങൾ. കണ്ട, ഇരയിമ്മൻ തമ്പി എഴുതി വച്ചിരിക്കുകയാണ്. നോക്കൂ, എൻ്റെ പ്രാണനാഥൻ എന്നെ പിടിച്ചു മടിയിലിരുത്തി, അങ്കത്തിലിരുത്തി, എൻ കൊങ്കത്തടങ്ങൾ, എൻ്റെ മാറിടങ്ങൾ കര പങ്കജം കൊണ്ടവൻ തലോടി.
തലോടി. എൻ്റെ മാറിടങ്ങൾ താമര പോലെ മൃദുലമായ അവൻ്റെ കരങ്ങൾ കൊണ്ടവൻ തലോടി പുഞ്ചിരി പൂണ്ടു. തങ്കക്കുടമെന്ന് വിളിച്ചു. കണ്ടില്ലേ? അതാ പറഞ്ഞിരിക്കുന്നത്, അങ്കത്തിലിരുത്തിയൻ കൊങ്കത്തടങ്ങൾ കര പങ്കജം കൊണ്ടവൻ തലോടി. പുഞ്ചിരി പൂണ്ടു തങ്കക്കുടമെന്ന് കൊണ്ടാടി. ഗാഠം പുണർന്നും അങ്കുലിത പുളകം കലർന്നെഴുമൻ കപോലമതിങ്കലൻ പൊടുതിങ്കൾ മുഖത്തെ അണച്ചതരത്ത നുകർന്നും പല പല ലീലകൾ തുടർന്നും. കണ്ടോ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാഠം പുണർന്നും അങ്കുരിത പുളകം കലർന്നെഴുമൻ കപോലമതിങ്കലൻ പൊടുതിങ്കൾ മുഖത്തെ അണച്ചതരത്ത നുകർന്നും പല ലീലകൾ തുടർന്നും. അപ്പൊ ഇവിടെ കവി പറയുന്നത്, എന്നെ ഗാഠം പുണർന്നു, എൻ്റെ പ്രാണനാഥൻ എന്നെ കെട്ടിപ്പിടിച്ചു. അങ്കിത പുളകം, എൻ്റെ ശരീരം മുഴുവൻ പുളകം പൂണ്ടു. അങ്ങനെ പുളകം പൂണ്ട് നിൽക്കുന്ന എൻ്റെ ആ കപോലം, എൻ്റെ കവിളുണ്ടല്ലോ, ആ കവിൾ, തിങ്കൾ പോലെ ശോഭിക്കുന്ന കവിൾ, ആ മുഖത്തെ അണച്ചു പിടിച്ച് അധരത്തെ ഊറി കുടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തോഴി, അങ്ങനെയുള്ള പ്രാണനാഥൻ പകർന്നു തന്നതിനെ ഞാൻ എങ്ങനെ മറക്കും? ഇവിടെ രാധാജിയും അതേ കണക്കാണ് പറയുന്നത്. ഇവിടെ രാധാജിയുടെ പ്രാണനാഥൻ കൃഷ്ണനാണ്. ആ കൃഷ്ണൻ പകർന്നു കൊടുത്ത ആ രതിസുഖത്തെ എങ്ങനെ പറയും? അതാ, പ്രാണനാഥനെനിക്കു നൽകിയ പരമാനന്ദരസത്തെ പറവതിനെഴുതാമോ? അങ്കത്തിലിരുത്തിയൻ കൊങ്കത്തടങ്ങൾ കര പങ്കജം കൊണ്ടവൻ തലോടി. കണ്ടില്ലേ? എന്നെ മടിയിലിരുത്തി എൻ്റെ കൊങ്കത്തടങ്ങൾ താമര പോലെയുള്ള കൈകൾ കൊണ്ട് തലോടി. കൃഷ്ണ, ഇവിടെ രാധാറാണിയും ജീവിക്കുന്നത് ആ ഓർമ്മയിലാണ് ഇല്ലേ? രാധാറാണിയെ കാണുമ്പോൾ പ്രണയപൂർവം കൃഷ്ണൻ രാധാറാണിയെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തും. മടിയിലിരുത്തിയിട്ട് രാധാറാണിയുടെ തടിച്ച കൊങ്കത്തടങ്ങള്, മാറിടങ്ങള് തൻ്റെ മൃദുലമായ താമരപ്പൂ പോലെ മൃദുലമായ കരങ്ങൾ കൊണ്ട് കൃഷ്ണൻ അങ്ങനെ തലോടും. എന്നിട്ട് പുഞ്ചിരി പൂണ്ട് എൻ്റെ തങ്കക്കുടം എന്ന് ആരെ വിളിക്കും? രാധാറാണിയെ വിളിക്കും. തീർന്നില്ല, കൃഷ്ണൻ കരവിരുതിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവനാണ്. ആ കൊങ്കത്തടങ്ങൾ തലോടി 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 രാധാറാണിയെ ഗാഠം പുണരും. അപ്പൊ രാധാറാണി അടിമുടി രോമാഞ്ചം കൊള്ളും. അപ്പൊ രാധാറാണിയുടെ കപോലം, കവിൾത്തടം കൃഷ്ണൻ ഇങ്ങനെ ചേർത്ത് വയ്ക്കും. തൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുക്കും. രാധാറാണിയുടെ അമൃത് പൊഴിയുന്ന ആധരം, ആ ആധരം അങ്ങനെ നുകർന്നു നുകർന്നു നുകർന്നെടുക്കും. അങ്ങനെ അവൻ എന്തൊക്കെ ലീലകൾ കാട്ടും. ആ ലീലകളുടെ ഓർമ്മയിലാണ് ഗോവിന്ദ കൃഷ്ണ ഇന്ന് രാധാറാണി ജീവിക്കുന്നത്. കരവിരുതിൽ അഗ്രഗണ്യനായ കണ്ണൻ രാധാറാണിയെ ഗാഠം പുണർന്നു മടിയിലിരുത്തി. രാധാറാണിയുടെ തടിച്ച മാറിടങ്ങൾ തലോടി, രാധാറാണിയെ പുളകം കൊള്ളിച്ച് രോമാഞ്ചമണിയിച്ച് രാധാറാണിയുടെ അധരങ്ങൾ തൻ്റെ അധരങ്ങൾക്കുള്ളിലാക്കി നുകർന്നു 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 നുകർന്ന് രാധാറാണിയെ വികാര പരവശയാക്കി കഴിയുമ്പോൾ കരവിരുതിൽ ആർക്കും വെല്ലാൻ കഴിയാത്ത കൃഷ്ണൻ, കണ്ണൻ, ആ കള്ളക്കണ്ണൻ, അതല്ലേ കള്ളക്കണ്ണാന്ന് വിളിക്കുന്നത്, കള്ളക്കണ്ണൻ രാധാറാണിയുടെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി നീക്കം ചെയ്യും. അങ്ങനെ നീക്കം ചെയ്തതിന് ശേഷം രാധാറാണിയെ ഗാഠം പുണർന്നു ആ നികുഞ്ചത്തിലെ വള്ളിക്കുടിലേക്ക് രണ്ടുപേരുടെയും ശരീരങ്ങൾ നിപതിക്കുകയും അവിടെ വെച്ച് പ്രപഞ്ചം മുഴുവൻ കാണാൻ കാത്തിരിക്കുന്ന ഉജ്ജ്വലമായ രതിക്രീഡ, ഉജ്ജ്വലമായ രതിക്രീഡ, ആ രതിക്രീഡയുടെ ഒടുവിൽ കൃഷ്ണൻ തളർന്ന് വിയർപ്പ് മണികൾ പൊഴിഞ്ഞ്
വനമാലയിലെ പൂക്കൾ കൊഴിഞ്ഞ് കവചകുണ്ടലങ്ങളാടി തിമിർത്ത് ധരിച്ചിരിക്കുന്ന മഞ്ഞ പട്ട് നനഞ്ഞ് കുതിർത്ത് അതേ വിവസ്ത്രയായ രാധാറാണിയുടെ നെഞ്ചിലേക്ക് തളർന്നു വീഴുമ്പോൾ രാധാറാണി കൃഷ്ണനെ ഗാഠം പുണരും. ആ ചിന്ത, ആ ഒറ്റ ചിന്തയിലാണ് ഗോവിന്ദ കൃഷ്ണനാ കൃഷ്ണ ശ്രീകൃഷ്ണ ഗോവിന്ദ രാധാറാണി ജീവിക്കുന്നത്. ആ ചിന്തയിലാണ് ജീവിക്കുന്നത്. വരൂ വരൂ, നികുഞ്ചത്തിലേക്ക് വരൂ. രാധാറാണിയെ മടിയിലിരുത്തു, കൊങ്കത്തടങ്ങൾ തലോടൂ കൃഷ്ണ. രാധാറാണിയുടെ അധരങ്ങൾ നിന്റെ അധരങ്ങൾക്കുള്ളിലാക്കൂ, നിന്റെ കരവിരുതിലാ വസ്ത്രങ്ങൾ മാറ്റൂ. നീ ഒന്നാകൂ കൃഷ്ണ. രാധ കാത്തിരിക്കുന്നു, രാധ കാത്തിരിക്കുന്നു. ഗോവിന്ദ ഗോവിന്ദ വരൂ വരൂ. രാധ കാത്തിരിക്കുന്നു, രാധാറാണി കാത്തിരിക്കുന്നു. ഗോവിന്ദ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാ. त्वदभिसरणरभस्येन वलन्दी पतति पदानि कियन्ति चलन्ति नाथ हरे सीदति राधावासगृहे नाथ हरे सीदति राधावासगृहे विहित विशद विसखिसलयमलया जीवति परमिहा तवरति कलया नाथ हरे सीदति राधावासगृहे नाथ हरे सीदति राधावासगृहे.